വിളിച്ചാലുടനെത്തി ഹൃദയത്തെ കവരുന്ന നോവിക്കാനറിയാത്ത ഹൃദയത്തെ കവരുന്ന നോവിക്കാനറിയാത്ത തിരുതുതരേ മോഹിച്ചാലടുത്തെത്തി മനസ്സിനെ പുണരുന്ന നോവിക്കാനറിയാത്ത മഹമുദരേ. നോക്കൂ നിങ്ങൾ, പോയി ഈ റബീഉൽ അവ്വലിന്റെ ആഘോഷം എവിടെ എത്തി? ഇസ്ലാം ഹറാമാക്കിയ സംഗീതോപകരണങ്ങൾ വരെ സമൂഹമധ്യത്തിൽ, പൊതുമധ്യത്തിൽ, റോഡുകളിലിറങ്ങി യുവാക്കൾ ചാടിക്കളിച്ച് ഹബീബായ പ്രവാചകനോടുള്ള സ്നേഹമാണെന്ന് പറഞ്ഞ് തുള്ളിച്ചാടുന്ന രംഗം കൂടി നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. കണ്ടില്ലേ? ഇസ്ലാം ഹറാമാക്കിയ മ്യൂസിക്, സംഗീതം, അതെല്ലാം ഇട്ട് പരസ്യമായി ഇസ്ലാമിനെ മറ്റുള്ളവരുടെ മുമ്പിൽ കൊച്ചാക്കുവാൻ, കളിയാക്കുവാൻ ഈ വർഗം തുനിഞ്ഞിറക്കിയിരിക്കുകയാണ്. നിഷ്പക്ഷരായ പാവപ്പെട്ട ആളുകൾ ചോദിക്കും, ഇതൊക്കെ ഇങ്ങനെ എതിർക്കപ്പെടേണ്ടതുണ്ടോ എന്ന്. കാരണം അതിൽ പറയുന്നത് മദ്ഹല്ലേ, അന്നദാനമല്ലേ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. സഹോദര, ഇസ്ലാമിലേക്ക് നല്ലതല്ലേ എന്ന് പറഞ്ഞു കൊണ്ടുവരുന്ന സകല പ്രവൃത്തികളും പ്രവാചകന്റെ കയ്യൊപ്പില്ലാത്തതാണോ? തള്ളപ്പെടണം. ഖുർആനും സുന്നത്തുമാകുന്ന അളവുകോലുകൾ വെച്ചു നോക്കിയാൽ ആ അളവുകോലുകൾക്ക് പുറത്തുള്ളതൊക്കെ മാറ്റിവെക്കാൻ നമുക്ക് കഴിയണം. അതാണ് പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞത്. അതാണ് ഖുർആൻ പറഞ്ഞത്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടോ? ഹബീബായ പ്രവാചകനെ പിൻപറ്റേണ്ടതുണ്ട്. എങ്കിൽ അല്ലാഹു നിങ്ങൾ ഇഷ്ടപ്പെടുമെന്ന് അവിടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫൻതഹു. അവിടുന്ന് കൊണ്ടുവന്നതെന്തോ അത് നിങ്ങൾ സ്വീകരിക്കുക, എന്തിൽ നിന്ന് അവിടെ നിങ്ങളോട് വിലക്കിയോ അതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുകയും ചെയ്യുക. അപ്പൊ നല്ലതല്ലേ എന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് ബിദ്അത്തുകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ നഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നല്ലാഹ ഹജബ തൗബത അൻ കുല്ലി സാഹിബി ബിദ്അ ഹത്താ യദഅ ബിദ്അതഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. എല്ലാ ബിദ്അത്തിന്റെ ആളുകളുടെയും പാശ്ചാത്താപം തൗബ അല്ലാഹ് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമ്മുടെ തൗബ സ്വീകരിക്കാത്തൊരവസ്ഥ വന്നാൽ നമ്മുടെ പരലോകത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. മനുഷ്യ സഹജമായി വന്നു പോകുന്ന പാപങ്ങളൊന്നും അല്ലാഹ് പുറത്തു തരില്ല. ഏതുവരെ? ഹത്താ യദഅ ബിദ്അതഹു. അവന്റെ ആ ബിദ്അത്ത് അവൻ ഒഴിവാക്കുന്നത് വരെ എന്നുള്ളതാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ മതത്തിൽ ഇത്തരം പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നാൽ അല്ലാഹു പറയുന്നുണ്ടല്ലോ, വറബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താർ. നിന്റെ റബ്ബ് അവൻ ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കുകയും തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നവനാണ്. മാ കാന ലഹുമുൽ ഖിയറതു സുബ്ഹാനല്ലാഹി വതആല അമ്മാ യുശ്രികൂൻ. അവർക്ക് തെരഞ്ഞെടുക്കാൻ അവകാശമില്ല. ഇത് അല്ലാഹുവിന്റെ മതമാണ്. അവനാണ് തീരുമാനിക്കേണ്ടത് എന്ത് മതമാകണം, എന്ത് മതമാകാൻ പാടില്ല എന്നുള്ളത്. സഹോദരങ്ങളെ, അതുകൊണ്ട് വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുൽ ഫതഫറഖ ബികും അൻ സബീലി. ഇതാകുന്നു നേരായ വഴി, ആ വഴിയിലേക്ക് കടന്നു വരിക. അല്ലാതെ ഷിയാക്കൾ കൊണ്ടുവന്ന, ഷിയാക്കളിൽ തന്നെ ഫാത്തിമികളാകുന്ന ഉബൈദികൾ കൊണ്ടുവന്ന ഈ പറയപ്പെട്ട പുത്തനാചാരം, ഈ പിഴച്ച ആഘോഷം അതൊരിക്കലും അഇമ്മത്തിൽ നിന്ന്, സലഫുകളിൽ നിന്ന് വന്നതല്ല. ഇസ്ലാമിന്റെ ആളുകളാണെന്ന് പറഞ്ഞു വന്ന് പ്രവാചകന്റെ സ്വഹാബത്തിനെ ചീത്ത വിളിക്കുകയും ഹാജിമാരെ കൊന്നൊടുക്കുകയും ചെയ്ത, ഹജറുൽ അസ്വദ് കട്ടുകൊണ്ടുപോയ ഫാത്തിമ, അതുപോലെ തന്നെ ആയിഷ ബീവിയെ തെറിവിളിക്കുന്ന, അതുപോലെ തന്നെ ഇസ്ലാമിന്റെ പല നിയമങ്ങളെയും കൊച്ചാക്കുന്ന, കളിയാക്കുന്ന ഷിയാക്കളാണ്, ഫാത്തിമികളാണ് ഇത് കൊണ്ടുവന്നത് എന്ന് ഇബ്നു കസീറിന്റെ അൽ ബിദായത്ത് വന്നിഹായിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരുപാട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് അവരോട് നമുക്ക് പറയാനുള്ളത് ഒരൊറ്റ വചനം മാത്രമാണ്. അത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ് അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി വസുബ്ഹാനല്ലാഹ് വമാ അന മിനൽ മുശ്രികീൻ. ഖുൽ പറയുക നബിയെ, ഹാദിഹി സബീലി, ഇതാണ് എന്റെ മാർഗമെന്ന് പറഞ്ഞു കൊടുക്കൂ നബിയെ. അദ്ഉ ഇലല്ലാഹി അലാ ബസീറ. അതേ, അല്ലാഹുവിലേക്ക് തെളിവോടെ, ഉൾക്കാഴ്ചയോടെ ഞാനിതാ നിങ്ങളെ ആളുകളെ ക്ഷണിക്കുകയാണ്.
ഞാൻ മാത്രമല്ല അനവമനിത്തബഅനി, ഞാനും എന്നെ പിൻപറ്റിയ ആളുകളും. സുബ്ഹാനല്ലാഹ്, അല്ലാഹു പരിശുദ്ധനാണ്. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ മുശ്രിക്കുകളിൽപ്പെട്ടവനല്ല. അതുകൊണ്ട് സത്യം സത്യമായി മനസ്സിലാക്കുവാനും ളലാലത്തിനെ ളലാലത്തായി തന്നെ മനസ്സിലാക്കി അതിൻ്റെ എല്ലാ അവജ്ഞതയോടുകൂടിയും ആ ളലാലത്തിനെ വലിച്ചെറിഞ്ഞ് ഹക്കിലേക്ക് കടന്നു വരാനുള്ള മഹത്തായ തൗഫീഖിന് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മയെല്ലാം യഥാർത്ഥ പ്രവാചക സ്നേഹികളാക്കുമാറാകട്ടെ. തെറ്റിദ്ധരിച്ച ആളുകൾക്ക് അള്ളാഹു ഹിദായത്തിന്റെ മാർഗം കാണിച്ചു കൊടുക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനah വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.